ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മളുടെ പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഫുഡിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മളുടെ മുന്നത്തെ ഈദിൻ്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, അല്ലാത്തവർക്കും അറിയുന്നുണ്ടാവും. ഒരുവിധം ഈദാവുമ്പോഴൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ലൈറ്റാക്കിയിട്ടാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട്, അതായത് ലഞ്ച് കഴിക്കുന്നതുകൊണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ലൈറ്റായിട്ടേ കൊടുക്കാറുള്ളൂ. സോ ഇതാ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിഷോ, ഈദ് മുബാറക്. എണീക്ക് ആയിഷോ. ആയിഷു, ഇതൊക്കെ എണ്ണച്ച് കുളിക്കണ്ടേ? മാണോ പുതിയ കുപ്പായി ഇടണ്ടേ? ആയിഷോ, എണീക്ക് ആയിഷോ, എണീക്ക്, നീക്ക്, നീക്ക്. ഇതൊക്കെ നിസ്കരിക്കാൻ വേണ്ടേ? നീക്ക്, ബാ പപ്പ വന്നിക്കണേ. ആശുമ്പോൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എത്ര വിളിച്ചിട്ട് ആൾ എണീറ്റിട്ടില്ലായിരുന്നു. നമ്മൾ പള്ളിയിൽ പോയി വന്നപ്പോഴും ആൾ അതേപോലെ ഉറങ്ങുന്നതായിരുന്നു. പിന്നെ നമ്മൾ എന്നും പെരുന്നാക്കി എണ്ണയൊക്കെ തേച്ചിട്ടാണ് രണ്ടുപേരെയും കുളിപ്പിക്കാറ്. പക്ഷേ ഇപ്പം ഭയങ്കര ചൂടായിട്ട് രണ്ടുപേർക്കും നല്ല രീതിയിൽ ചൂടുകുരൊക്കെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിന് ശേഷം നമ്മൾ നേരെ നിസ്കരിക്കാൻ പോയി. പിന്നെ അവിടെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ മീറ്റ് ചെയ്തു. അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അതിനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ മുല്ലപ്പൂ വിൽക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്കറിയുന്ന ചേച്ചി, നമ്മളെ മുന്നത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, നമ്മളെ നൈബേഴ്സ് ആയിരുന്നു. അപ്പം ഒരു വക നമുക്ക് ആയിഷമ്മക്കൊരു മുല്ലപ്പൂവും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിയപ്പം ആയിഷമ്മ ഉറങ്ങന്നെയായിരുന്നു. പിന്നെ ആളെ വിളിച്ച് ഉണർത്തി കുറച്ച് കരഞ്ഞിട്ടാണെങ്കിലും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹിമിൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു ഗ്രീൻ കളറിലായിരുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 20 അങ്ങനെ ഒരുപാട് ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടുപേർക്കും. അങ്ങനെ നമ്മൾ പിന്നെ മാറ്റിയിട്ട് വല്യമ്മാനെ കാണാൻ പോയി, എളിമാരെ വീട്ടിൽ പോയി. അപ്പോൾ എല്ലായിടത്തും പോയി വന്നു, പായസമൊക്കെ കുടിച്ചു. എളിമാൻ്റെ വീട്ടിൽ പോയപ്പം എളിമ നമുക്കുള്ള ഫുഡൊക്കെ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ഫുഡ് നമ്മൾ എളിമാൻ്റെ കൂടെ ആണ് പ്രാവശ്യത്തെ പെരുന്നാളിനുള്ള ഫുഡ് കൂടിയത്. അങ്ങനെ അതിന് ശേഷം അവിടെ നിന്ന് വന്നിട്ടാണ് നമ്മളെ വീട്ടിലെ ദമ്മൊക്കെ പൊട്ടിച്ചത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിനുണ്ടാക്കിയ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്, ഹൈദരാബാദ് ബിരിയാണി. ഭയങ്കര ടേസ്റ്റാട്ടോ. അവളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ആൾ ഈ ഇതിനും അതന്നെ സെയിം റെസിപ്പി ആയിട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റാണ്. സോ അതിനാണ് കേട്ടോ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഫുഡ് കഴിച്ച് വന്ന ഉടനെ ആൾ ദമ്മൊക്കെ പൊട്ടിച്ചു. അതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്ലേറ്റ് ഇട്ട് വരാം, എനിക്കുള്ള ഇങ്ങോട്ട് തന്നെ തന്നാളെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ കഴിച്ചു കേട്ടോ. ഇത് ട്രൈ ചെയ്യാത്തതുകൊണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക, ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ നമ്മളുടെ നാത്തൂനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ നമ്മളുടെ ഈദിൻ്റെ വ്ളോഗിലും ഏകദേശം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഈദ് ഡേ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വ്ളോഗ് വല്ലാണ്ട് വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ എന്താണ് അന്ന് നടന്നതെന്നുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവളെ കൂട്ടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് പടക്കങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മളുടെ അശുമാൻ്റെ ഈദ് ഔട്ട്ഫിറ്റിൻ്റെ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇട്ട ടൈമിലും സ്റ്റോറി ഇട്ട ടൈമിലും റീലിട്ട ടൈമിലും ഒരുപാട് മെസ്സേജ് വന്നതായിരുന്നു, ഡ്രസ്സ് എവിടെ നിന്നാണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ പൂങ്കോട്ടുകളുള്ള
ട്വിൻസ് എന്ന് പറഞ്ഞുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മുന്നേ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആശുമാൻ്റെ ബാഗ് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ച കാര്യമാണ്. നമ്മളുടെ ഇമിനൻറ്റ് ബാഗ് നിന്നാണ് കേട്ടോ ബാഗ് എടുത്തിട്ടുള്ളത്. അതിനൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. ആശുമാൻ്റെ ബർത്ത്ഡേ പ്രിപ്പറേഷൻ വ്ളോഗിലായിട്ട് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി പോയി. അവിടെ പോയപ്പോഴാണ് നമ്മൾ സെയിം ഡ്രസ്സിലൊരു താത്ത കേട്ടോ. അപ്പം എൻ്റെ ഡ്രസ്സ് വന്നിട്ട് നമ്മൾ ഫാമിലിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഫിലിമൊക്കെ കാണാൻ വേണ്ടി കയറിയിട്ടുണ്ട്. സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ശരിക്കും നടന്നൊരു കഥയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ത്രില്ലോട് കൂടിയിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഇമോഷണലായിട്ടുള്ള സീനുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫിലിമാണ്. നമ്മൾ ഫാമിലി ആയിട്ട് പോയി ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് കേട്ടോ. അങ്ങനെ അതാ ഫിലിമൊക്കെ കഴിഞ്ഞു. നമുക്ക് ഫിലിമിൻ്റെ ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അതൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ട് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ കർമ്മ റോഡ് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. അവിടെ പോയപ്പോഴാണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണ്. അവിടെ ഒരു ഈദ് കാർണിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ആ ഭാഗത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കർമ്മ റോട്ടിലിരിക്കേണ്ട, നേരെ നമുക്ക് പൊന്നാനി പള്ളീൻ്റെ അവിടെ പോയിരുന്നാൽ ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ മുന്നേയും പോയിട്ടുണ്ട് അങ്ങോട്ട്. നമ്മൾ മുട്ടപ്പത്തിരും ബീഫും കഴിക്കുന്ന ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൊന്നാനി പള്ളീൻ്റെ അടുത്താണ് കേട്ടോ. ശരിക്കും പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനിക്കാർ ഭയങ്കര ആഘോഷിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. പൊന്നാനിയിൽ നമ്മളെ നേർച്ചയൊക്കെ നടക്കുന്ന പോലെ ഒരുപാട് സ്റ്റോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പെരുന്നാളിൻ്റെ ആ ഒരു സമയത്തായിട്ട്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മളവിടെ എത്തിയ സമയത്ത് അതെല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ലേറ്റായി. ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ നമ്മളവിടെ എത്തിയപ്പം ഭയങ്കര ലേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്റ്റോളും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു, കുറേ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു.